റസൂലുള്ളാഹിന്റെ അനുയായികളായ എന്റെ ഉമ്മത്തിനോട് ചോദിക്കട്ടെ, നമുക്ക് വാപ്പാനോടെങ്ങനെ പിണങ്ങാൻ കഴിയും? മൂത്താപ്പാനോടെങ്ങനെ പിണങ്ങാൻ കഴിയും? എളാപ്പാനോടെങ്ങനെ പിണങ്ങാൻ കഴിയും? ഭാര്യയോടെങ്ങനെ പിണങ്ങാൻ കഴിയും? കുടുംബബന്ധം എങ്ങനെ മുറിക്കാൻ കഴിയും? കഴിയില്ലല്ലോ. വിട്ടുവീഴ്ചയുണ്ടെങ്കിൽ കുടുംബങ്ങൾ ഭദ്രമാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് കുടുംബബന്ധം വിച്ഛേദിക്കുന്നവരെ, നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി അല്ലയോ സഹോദരിമാരെ, ചെറിയ ചെറിയ കാര്യങ്ങൾ പർവ്വതീകരിച്ചിട്ട് ഭർത്താവിനോട് പറയാണ്, ഇനി അവളുടെ വീട്ടിലേക്ക് പോയാൽ എനിക്ക് നിന്നോട് നിങ്ങളോട് ബന്ധമില്ല, ഇനി ഉമ്മാനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഞാനിവിടെ താമസിക്കൂല, ഞാനിനി കുടുംബത്ത് താമസിക്കൂല, ഞാൻ അവരുടെ വീട്ടിൽ വരൂല, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിക്കോ, നിനക്ക് വേണമെങ്കിൽ പോയിക്കോ, ഞാനവിടെ കാലുകുത്തൂല. ഇങ്ങനൊക്കെ കുടുംബങ്ങളെ വെട്ടിമുറിക്കുന്നവരെ, റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഏതെങ്കിലും കുടുംബങ്ങളോട് ബന്ധവിച്ഛേദമുള്ളവര്, എന്റെ ശബ്ദം ഇവിടെ ഇരുന്നോ ഗൾഫിലിരുന്നോ ലോകത്ത് എവിടെ ഇരുന്നെങ്കിലും കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് മുതൽ ബന്ധങ്ങൾ പുനർചേർച്ച നടത്തിക്കോ. കുടുംബ ബന്ധം മുറിച്ചുകൂടാ. എത്രയെത്ര സഹോദരിമാരാണ് ചില കുടുംബങ്ങളിൽ പുതിയ പെണ്ണുങ്ങളായി വന്നിട്ട് ആ കുടുംബങ്ങൾ ചിന്നിച്ചിതറിയില്ലേ? സഹോദരന്മാരെ തെറ്റിച്ചില്ലേ? ഉമ്മയും മക്കളെയും അഭിപ്രായ വ്യത്യാസത്തിലാക്കിയില്ലേ? ചില അമ്മായി അമ്മമാരുടെ കടുംപിടുത്തം കൊണ്ട് ഭാര്യാഭർത്താക്കന്മാര് സന്തോഷമില്ലാതെ വേദന അനുഭവിക്കുന്നില്ലേ? ഉമ്മമാരെ, അതും വലിയ കുറ്റമാണ് കേട്ടോ. ചില അമ്മായി അമ്മമാരുടെ പിടിവാശി കൊണ്ട് മകന് മരുമകളുടെ അടുത്ത് പോകാൻ വയ്യ, മകൾക്ക് മരുമകന്റെ അടുക്കൽ പോകാൻ വയ്യ. പേരിട്ട ആള് മാറിയതിന്റെ പേരിൽ ഇനി അവനെ വേണ്ട. ഒരു ചെറുപ്പക്കാരൻ വന്ന് കരഞ്ഞുകൊണ്ട് പറയാണ്, ഉസ്താദേ, ഞാൻ എന്റെ ഭാര്യയെ തലാക്ക് ചൊല്ലേണ്ടി വരികയാണ്. മോനെ, എന്താ പ്രശ്നം? പ്രശ്നം തുടങ്ങിയത് വേറെ എവിടെയുമല്ല, എനിക്ക് കുട്ടി പിറന്നപ്പോൾ പേരിട്ട ആള് മാറിപ്പോയി. അതുകൊണ്ട് എന്റെ ഉമ്മമാരോട് പറയുന്നു, എന്റെ സഹോദരിമാരോട് പറയുന്നു, എന്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരോട് പറയുന്നു, അല്ലാഹുവിന് ഏറ്റവും പൊരുത്തം കുടുംബ ബന്ധം ചേർക്കുമ്പോഴാണ്. ആയുസ് കൂടാനുള്ള കാരണം അതാണ്, ആരോഗ്യം കിട്ടാനുള്ള ഒരു അമലാണത്. ഇന്ന് ഓരോ വീട്ടിലും എന്ന നിലയ്ക്ക് ക്യാൻസർ രോഗമാണ്. ഇന്നാ ലില്ലാഹ്. അല്ലാഹുവേ, കാത്തുരക്ഷിക്കണേ റഹ്മാനേ. ഉള്ളവർക്ക് ശിഫാഹ് നൽകണേ റഹ്മാനേ. എല്ലാ സ്റ്റേജും കഴിഞ്ഞ് മരണത്തെ അഭിമുഖീകരിക്കുന്നവരുണ്ട്. പക്ഷേ അധികാരം നിന്റെ കയ്യിലാണ്. നീ ശിഫാഹ് നൽകണേ റഹ്മാനേ. കേട്ടോ, ഇത്തരം മാരകമായ രോഗങ്ങൾ ഇവിടെ വരുമ്പോ കാണുന്ന ഹോസ്പിറ്റലിലേക്ക് ഓടുന്നതിന് മുമ്പ് മുത്തുനബി തങ്ങൾ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ മറന്നോന്നും ആലോചിക്കണം. ആയുസ് കൂടി കിട്ടാനുള്ള ഏറ്റവും വലിയൊരു കർമ്മമാണ് കുടുംബ ബന്ധങ്ങൾ ചേർക്കലെന്ന് പറയുന്നത്. അതുവഴി ആയുസ് നീട്ടിക്കിട്ടും കേട്ടോ. എത്രയെത്ര കോടിപതികളാണ് തിരുവനന്തപുരത്ത് വിതരണം ചെയ്യുന്ന ഒരു പൊതി ചോറിന് വേണ്ടി ക്യൂ നിൽക്കുന്നു. മറ്റൊന്നുമല്ല, ക്യാൻസർ വന്ന് ചികിത്സിച്ചിട്ട് ദരിദ്രരായി പോയി, കിടക്കാടം വിറ്റുപോയി, എന്നിട്ടും ആള് ബാക്കിയായില്ല. വലിയ പരീക്ഷണങ്ങൾ അല്ലാഹുവിൻ്റെത് വരുമ്പോൾ അല്ലാഹുവിനെ ശുക്ർ ചെയ്തുകൊണ്ട്, അവനോട് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട്, അല്ലാഹുവിനോട് അടുപ്പം സ്ഥാപിച്ചുകൊണ്ടാണ് നമ്മൾ റബ്ബിലേക്ക് ചേരുകയാണ് വേണ്ടത്. അല്ലാതെ പടച്ചവനെ മറക്കുകയല്ല. ഈ